ദൈവത്തിന്റെ പൊന്നുനാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. യേശുക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാകുന്ന നാം കൂടി വരുവാൻ നമുക്ക് ദൈവം വീണ്ടും ഒരവസരം കൂടി തന്നു. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പറഞ്ഞതിന്റെ സമ്മറൈസ് ചെയ്ത് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നിന്ന് പൈശാചികന്റെ അധോഗതിയെ പറ്റി വായിച്ചറിഞ്ഞു. അല്ലെങ്കിൽ എസെക്കിയേൽ ചാപ്റ്റർ 28 നിന്ന് പൈശാചികന് സംഭവിക്കുവാൻ പോകുന്ന അവസ്ഥാവിശേഷങ്ങളെ പറ്റി നാം കണ്ടറിഞ്ഞു. അവൻ ആരുമല്ല, അവന് ഒരു ലിറ്റിൽ ഇംപ് മാത്രമാണ് എന്ന് നാം വായിച്ചറിയുവാൻ ഇടയായി, നാം പറഞ്ഞു കേൾക്കുവാനായിട്ട് ഇടയായി. അതുപോലെ തന്നെ ദ വാർ ഈസ് ഓവർ, യുദ്ധം കഴിഞ്ഞു, വിശ്വാസി ഒളിവിൽ എന്ന് ഞാൻ ഒരിക്കല് ഒരിടത്തെഴുതി. യുദ്ധം കഴിഞ്ഞു, വിശ്വാസി ഒളിവിൽ. ഒരു സംഭവ കഥയുണ്ട്. 1945 ഞാനിത് റെഫർ ചെയ്യാഞ്ഞതുകൊണ്ട് എക്സാക്ട് ഡേറ്റും കാര്യങ്ങളും ആ പേര് ഞാൻ ഓർക്കുന്നില്ല. സംഭവ കഥയാണ്. 1945 രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജാപ്പനീസിന്റെ ഒരു യൂണിറ്റ്, ജപ്പാന്റെ ഒരു യൂണിറ്റ് ഫിലിപ്പീൻസില് കാടുകളുടെ ഇടയിൽ ഒളിച്ച് അവര് അമേരിക്കയ്ക്കും സഖ്യരാജ്യങ്ങൾക്കും എതിരെ യുദ്ധം ചെയ്തു. അനേകരെ കൊല്ലുകയും അവരിൽ പലരും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തു. ഇവര് കാടുകളിലും മലകളിലും ഗുഹകളിലും ഒക്കെ ഒളിച്ച് അവരങ്ങനെ താമസിക്കുക. ജീവനെ അവർക്കും എല്ലാ മനുഷ്യർക്കും ഭയമുണ്ടല്ലോ. പലപ്പോഴും പല സോൾജിയേഴ്സും ഗുഹകളിലൊക്കെ ഒളിച്ച് അവര് പകല് മുഴുവൻ ഗുഹകളിലൊക്കെ ഒളിക്കുകയും രാത്രി കാലത്ത് മാത്രം അവരിറങ്ങി വന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെയും ഭക്ഷിച്ച് കായ്കനികളൊക്കെ പറിച്ച് തിന്ന് അങ്ങനെ ഗുഹകളിലൊക്കെ പാർത്തു. അങ്ങനെ ഒരു സോൾജിയർ, അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, നമ്മൾ ഓൺലൈൻ ഗൂഗിൾ ചെയ്യാമെങ്കിൽ അത് കാണാം. ഇത് സംഭവ കഥയാണ്. അദ്ദേഹം ഗുഹകളില് പകൽ സമയത്ത് ഗുഹകളിലൊക്കെ ഒളിച്ചിരുന്ന് ജീവനെ ഭയന്ന് രാത്രിയാകുമ്പം വെളിയിലേക്കൊക്കെ ഇറങ്ങി വന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ സാധിക്കുകയോ ഒക്കെ ചെയ്ത ശേഷം അദ്ദേഹം വീണ്ടും ആ വനാന്തരങ്ങളിലേക്ക് കടന്നുപോയി ജീവിച്ചു. ആൻഡ് ഫൈനലി ഹി ലോസ് ട്രാക്ക് ഓഫ് ടൈം. സമയം എല്ലാം നഷ്ടപ്പെട്ടു, സമയവും സമയപരിധിയും എല്ലാം നഷ്ടപ്പെട്ടു. കാരണം രാത്രിയാകുന്നു, പകലാകുന്നു, കാട്ടിലാണ്, ഘോര വനാന്തരങ്ങളിലാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് പലപ്പോഴും അറിയത്തില്ല. അങ്ങനെ അതിനുശേഷം അതിനുശേഷം ലോകമഹായുദ്ധം അങ്ങ് കഴിഞ്ഞു. ഇദ്ദേഹം ഈ സംഭവം അറിഞ്ഞില്ല. അദ്ദേഹം കാലങ്ങൾ മുൻപോട്ട് ഗുഹകളിൽ ഒളിച്ചു പാർത്ത് ജീവിച്ചു. കാലങ്ങൾ മാസങ്ങളായി കൺവേർട്ട് ചെയ്തു. മാസങ്ങൾ വർഷങ്ങളായിട്ട് മാറി. വർഷങ്ങൾ 1 പതിറ്റാണ്ടുകളായിട്ട് മാറി. ഏകദേശം 15 വർഷത്തിന് ശേഷം, യുദ്ധം കഴിഞ്ഞ് 15 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരാളെ അന്വേഷിച്ച് ജപ്പാനിൽ നിന്നും അവരുടെ ഓഫീസേഴ്സ് എത്തി. അദ്ദേഹത്തെ കണ്ടുപിടിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങള് തിരികെ വരണം, യുദ്ധം അവസാനിച്ചു, ദ വാർ ഈസ് ഓവർ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരത്തില്ല. എന്നെ ഇങ്ങോട്ട് അയച്ച എന്റെ ഒരു യൂണിറ്റിന്റെ ഓഫീസറുണ്ട്. അദ്ദേഹം വന്ന് എന്നോട് ഡിക്ലെയർ ചെയ്യണം യുദ്ധം അവസാനിച്ചെന്ന്. അദ്ദേഹം എന്നെ ഇൻഫോം ചെയ്തു എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അപ്പോൾ യൂണിറ്റിന്റെ ഓഫീസറൊക്കെ മരിച്ചുപോയി. അവര് പിന്നെ
പുതിയ യൂണിറ്റിന്റെ ഒരു ഓഫീസറെ ഔദ്യോഗിക വേഷത്തിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് അയച്ചു. ഇദ്ദേഹം റോയൽ സല്യൂട്ടും ഒക്കെ ചെയ്തു. അദ്ദേഹം ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു, യുദ്ധം 15 വർഷം മുമ്പ് അവസാനിച്ചു. അങ്ങനെ ഇദ്ദേഹം, ഇത് സംഭവ കഥയാ, നടന്ന കഥ, ഇദ്ദേഹം തിരികെ ജപ്പാനിലേക്ക് മടങ്ങിപ്പോയി. ഇനിയും ഇത് ഒന്ന് ചിന്തിക്കുക. യുദ്ധം കഴിഞ്ഞു. ദ വാർ ഈസ് ഓവർ. യുദ്ധം കഴിഞ്ഞു. വിശ്വാസി ഒളിവിൽ. നമുക്ക് ഇത് ആത്മമണ്ഡലത്തിലേക്ക് ഒന്നെടുക്കാം. യുദ്ധം അവസാനിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ വെച്ച് യുദ്ധം അവസാനിച്ചു. ഏത് യുദ്ധമാണ് അവസാനിച്ചത്? ദൈവവും പൈശാചികവുമായിട്ടുള്ള യുദ്ധം, അല്ലെങ്കിൽ ദൈവവും പാപവുമായിട്ടുള്ള, മനുഷ്യന്റെ പാപവുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചു. എന്നേക്കുമായി യുദ്ധം അവസാനിച്ചു. പാപത്തിന്റെ വിഷയത്തിന് പരിഹാരം വന്നു. വിശ്വാസികൾ ഇന്ന് അനേകരും ഈ വിഷയം തിരിച്ചറിഞ്ഞിട്ടില്ല. അവർ ഒളിവിൽ കഴിയുകയാണ്. ഒളിവിൽ നിന്ന് യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം അവസാനിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ്. നമ്മളല്ല യുദ്ധത്തിൽ പൈശാചികനെ പരാജയപ്പെടുത്തുന്നത്. നാം അല്ല യുദ്ധത്തിൽ പാപത്തെ പരാജയപ്പെടുത്തുന്നത്. അത് യേശുക്രിസ്തുവിന് മാത്രമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് വായിക്കാം യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യുദ്ധം അവസാനിച്ചു. നാം ഇന്ന് നമ്മുടെ മാളത്തിൽ നിന്ന് പുറത്തു വന്ന് നാം ആ വിക്ടറി എൻഫോഴ്സ് ചെയ്യണം. ആ വിക്ടറിയിൽ, ആ വിജയത്തിൽ നാം ഓരോരുത്തരും ജീവിക്കണം. യുദ്ധം അവസാനിച്ചു. ദ വാർ ഈസ് ഓവർ. ഇന്ന് നാം മാളത്തിൽ ഒളിച്ചിരിക്കുകയാണോ? ഇന്ന് നാം പൂർണ്ണമായിട്ടും വിശ്വസിച്ചോ വിശ്വസിക്കാതിരിക്കുകയാണോ? യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് കരുതി നാം ഇന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നമുക്ക് ജയിക്കുവാൻ കഴിയാത്തൊരു യുദ്ധമായി. അത് ദൈവത്തിന് മാത്രമേ ആ യുദ്ധം ജയിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവം അത് തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ അയച്ച് ആ യുദ്ധം വിജയിച്ചു. All we need to do is enjoy that victory, rejoice in that victory, live triumphantly in Christ Jesus. നമുക്ക് വായിക്കാം. എന്റെ ജനത്തെ ആശ്വസിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ച് അവളുടെ യുദ്ധസേവ കഴിഞ്ഞു. അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടു. അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്നും ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറയുവീൻ. നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. നിർത്തി വായിക്കാം. എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. എന്റെ ജനത്തെ ആശ്വസിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 66 അധ്യായങ്ങളുണ്ട്. ആദ്യത്തെ 1 മുതൽ 39 അധ്യായം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നറിയാമോ? പഴയ നിയമത്തെ സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളുണ്ട്. ആ പഴയ നിയമത്തിലെ ജഡ്ജ്മെന്റും കാര്യങ്ങളും 1 മുതൽ 39 അധ്യായങ്ങൾ വായിച്ചാൽ പലപ്പോഴും ന്യായവിധിയെ പറ്റിയാണ്, യെരൂശലേമിന് വരുവാനുള്ള, ഇസ്രായേൽ ഗോത്രത്തിന് വരുവാനുള്ള ന്യായവിധിയെ പറ്റി യെശയ്യാവ് അവിടെ പറയുന്നത് കേൾക്കാം. അല്ലെങ്കിൽ പഴയ നിയമത്തിന് ഇക്വലന്റ് ആയിട്ട് 1 മുതൽ 39 വരെയുള്ള
അധ്യായങ്ങളെ നമുക്ക് കമ്പയർ ചെയ്യാം. പഴയ നിയമത്തിൽ 1 മുതൽ 39 ബുക്കുകളാണ് പഴയ നിയമത്തിലുള്ളത്. 40 മുതൽ 66 വരെയുള്ള 27 അധ്യായങ്ങൾ പുതിയ നിയമത്തോട് തുലനം ചെയ്യുവാൻ സാധിക്കും. കാരണം പുതിയ നിയമത്തിൽ 27 അധ്യായങ്ങളാണുള്ളത്. ചുരുക്കം പറഞ്ഞാൽ യെശയ്യാവ് ഈസ് എ ഗോസ്പൽ or the book of Isaiah is the New Testament within Old Testament. 66 പുസ്തകങ്ങളുണ്ട്. ആ യെശയ്യാവില് 1 മുതൽ 39 വരെയുള്ളത് പഴയ നിയമത്തെ സൂചിപ്പിക്കുന്നതും 40 മുതൽ 66 വരെയുള്ള 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തെ സൂചിപ്പിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ 1 മുതൽ 39 വരെ ന്യായവിധിയെ പറ്റിയ പ്രധാനമായിട്ടും പറയുന്ന, അവിടെയും ഇവിടെയുമായിട്ട് പ്രത്യാശ നൽകുന്ന പ്രത്യാശയുടെ കിരണങ്ങൾ യെശയ്യാവിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് വിതറുന്നുണ്ട്. എങ്കിൽ തന്നെയും പ്രധാനമായിട്ടും ന്യായവിധിയെ പറ്റി 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ വിവക്ഷിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ 40-ാം അധ്യായം പുതിയ നിയമം തുടങ്ങുകയാണ്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനം ഒക്കെ തുടങ്ങുകയാണ്. അല്ലെങ്കിൽ യെരൂശലേമിന് വരുവാനിരിക്കുന്ന ശുഭഭാവിയെ പറ്റി പറയുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും വരുവാനിരിക്കുന്ന ശുഭഭാവിയെ പറ്റി പറയുകയാണ്. ആ പുതിയ നിയമം ആരംഭിക്കുകയാണ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ. ഓൾഡ് ടെസ്റ്റമെന്റിൽ പുതിയ നിയമം ആരംഭിക്കുകയാണ് യെശയ്യാവ് 40-ാം അധ്യായത്തിൽ. ആരംഭിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്ന വാക്ക് എന്താണ്? ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ, എന്റെ ജനത്തെ ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. പുതിയ നിയമം തുടങ്ങുക. ഹല്ലേലൂയ. ഇത് ആശ്വാസത്തിന്റെ വചനം. ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. കംഫർട്ട് മൈ പീപ്പിൾ, കംഫർട്ട് മൈ പീപ്പിൾ. ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ, ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. അടുത്തത്, യെരൂശലേമിനോട് ആദരവോട് സംസാരിച്ചു. യെരൂശലേമിനോട് എങ്ങനെ സംസാരിക്കണമെന്നറിയാമോ? വിശ്വാസികളായ നമ്മളോട് എങ്ങനെ സംസാരിക്കണമെന്നറിയാമോ? ആദരവോട് സംസാരിക്കണം. അടുത്തത്, അവളുടെ യുദ്ധസേവ കഴിഞ്ഞു. അവളുടെ യുദ്ധസേവ, അവളുടെ വാർഫെയർ കഴിഞ്ഞു എന്ന്, വാർ ഈസ് ഓവർ എന്ന് അവളോട് പറയണം. പ്രവചനമാ. യെശയ്യാവ് യേശുക്രിസ്തുവിന് മുമ്പ് യേശുക്രിസ്തുവിനെ പറ്റി, പുതിയ നിയമത്തെ പറ്റി പ്രവചിക്കുകയാണ്. അവളോട് പറയണം, അവളുടെ യുദ്ധസേവ കഴിഞ്ഞു, അവളുടെ വാർഫെയർ ഈസ് ഓവർ, അല്ലെങ്കിൽ അവളുടെ യുദ്ധം കഴിഞ്ഞു എന്ന് അവളോട് പറയണം. അവളോട് ആദരവോടുകൂടെ സംസാരിക്കണം. അവളോട് പറയണം, ആശ്വസിച്ചു കൊള്ളുക, ആശ്വസിച്ചു കൊള്ളുക, നിന്റെ യുദ്ധം കഴിഞ്ഞു, നിന്റെ യുദ്ധസേവ കഴിഞ്ഞു, യുവർ വാർഫെയർ ഈസ് ഓവർ എന്ന് അവളോട് പറയണം. അടുത്തത്, അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്നും ഇരട്ടിയായി പ്രാപിച്ചും. അവളുടെ അകൃത്യം മുഴുവൻ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവളെ അറിയിക്കണം. ആരെ അറിയിക്കണം? യെരൂശലേമിനെ അറിയിക്കണം. ആരെ അറിയിക്കണം? നമ്മെ അറിയിക്കണം. പുതിയ നിയമവിശ്വാസികളായ നമ്മെ ഓരോരുത്തരോടും അറിയിക്കണം. ഞാൻ അറിയിക്കുകയാണ്, നിങ്ങൾ അറിയണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ അറിയിക്കണം. അറിയണം. എന്തറിയണം? നിങ്ങളുടെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും അറിയണം. ഓരോരുത്തരും അറിയേണ്ടത് എന്താണ്? നിങ്ങളുടെ യുദ്ധം കഴിഞ്ഞു, യുദ്ധം വിജയിച്ചു, യുദ്ധം ജയിച്ചു എന്ന് നിങ്ങൾ ഓരോരുത്തരും അറിയണം. നമുക്ക് ജയിക്കുവാൻ കഴിയാത്ത യുദ്ധം ദൈവം തന്റെ പുത്രനെ അയച്ച്, പുത്രനിൽ കൂടി യുദ്ധം ജയിച്ച് ആ വിജയത്തിലേക്ക് നമ്മളെ നടത്തിയ കാര്യം നമ്മൾ അറിയണം. അതുകൊണ്ട് നമ്മൾ വിളിച്ചു പറയണം, ആശ്വസിപ്പിച്ചു കൊള്ളുക എന്ന് മറ്റുള്ളവരോട് പറയണം. ആശ്വസിപ്പിച്ചു കൊള്ളുക എന്ന് മറ്റുള്ളവരോട് പറയണം. ആശ്വസിച്ചു കൊള്ളുക എന്ന് മറ്റുള്ളവരോട് പറയണം. നിങ്ങളുടെ യുദ്ധസേവ കഴിഞ്ഞു, നിങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു എന്ന് വിളിച്ചു പറയണം. നിങ്ങളുടെ അകൃത്യം മുഴുവൻ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയണം. നമ്മൾ വിശ്വസിക്കണം, വിളിച്ചു പറയണം. അടുത്ത ഒന്നുകൂടെ വായിച്ചേ. അടുത്ത, നിങ്ങളുടെ പാപങ്ങൾക്ക് പകരം യഹോവയുടെ കയ്യിൽ നിന്നും ഇരട്ടിയായി പ്രാപിച്ചും ഇരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറവീ. നിങ്ങളുടെ പാപങ്ങൾക്ക് പകരം, ശ്രദ്ധിക്കണം, യഹോവയുടെ കയ്യിൽ നിന്നും
എത്രയാ? കയ്യിൽ നിന്ന് ഇരട്ടി, ഇരട്ടിയായി ഡബിളായിട്ട് പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയണമെന്ന്. അതായത് നമുക്ക് 10 പാപം നാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തില് ദൈവം അത് 20 തവണ അത് ക്ഷമിച്ചു കഴിഞ്ഞെന്ന്. 10 പാപം നമ്മൾ നമ്മുടെ ജീവിതകാലത്തിൽ നാം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അതിന്റെ ഇരട്ടി അവൻ ക്ഷമിച്ചു ഫൊർഗീവ്നെസ് നമുക്ക് തന്നു. നമ്മുടെ പാപത്തിന് എന്നേക്കുമായി ക്രൂശിൽ പരിഹാരം വരുത്തി എന്ന് നീ വിശ്വസിക്കണം, വിളിച്ചു പറയണം. ഹല്ലേലൂയ. അല്ലെ, ഡബിളായിട്ടാണ് നമുക്ക് പാപക്ഷമ നൽകി തന്നത്. കൃപ പകർന്നത് നമ്മുടെ പാപത്തിന്റെ അത്രയും അല്ല, നമുക്ക് ഡബിളായിട്ടാ കൃപ പകർന്നു തന്നത്. പാപം ചെയ്തിടത്ത് കൃപ അത്യന്തം പെരുകിയെന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട് റോമാലേഖനത്തിൽ. പാപം പെരുകിയിടത്ത് കൃപ എന്ത് ചെയ്തു? ഡബിളാക്കി കൊടുത്തു ദൈവം. അവിടെ ഡബിളായിട്ട് കൃപ അങ്ങ് പെരുകിയെന്ന്. നാം ഇന്ന് പാപത്തെ പറ്റി പറഞ്ഞുകൊണ്ടും പാപത്തെ പറ്റി പ്രസംഗിച്ചുകൊണ്ടും ഇരിക്കുകയാണോ പലപ്പോഴും നാം ചെയ്യുന്നത്? നാം യുദ്ധം ജയിച്ചു എന്നും വിശ്വാസി ഇന്ന് ഒളിവിൽ കഴിയുകയാണെന്നും ആണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? യുദ്ധം ജയിച്ചു എങ്കിൽ നമുക്ക് പകരം യുദ്ധം ജയിച്ചു എങ്കിൽ നാം ഇന്ന് വിജയാളികളായിട്ട് നടക്കണം. നാം ഇന്ന് മോർ ദാൻ എ കോൺകറർ ആയിട്ട് നടക്കണം, അല്ലെ? വിജയാളിയായിട്ട് നാം ഇന്ന് നടക്കണം. യുദ്ധം ജയിച്ചു, കാൽവറിയിൽ യുദ്ധം ജയിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ, എന്റെ ജനത്തെ ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇനിയും നീറിപ്പുകഞ്ഞ് ജീവിക്കേണ്ട ആവശ്യമില്ല, ഇനിയും വേദനിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. യുദ്ധം കഴിഞ്ഞു. നിങ്ങൾ ആശ്വസിച്ചുകൊള്ളുക. എന്റെ ജനത്തോട് അറിയിക്കുക, അവളോട് ആദരപൂർവം നീ പ്രവർത്തിക്കുക, ആദരവോട് അവളോട് സംസാരിക്കുക, അവളോട് പറയുക അവളുടെ യുദ്ധസേവ കഴിഞ്ഞുവെന്ന്. അവളോട് പറയുക അവളുടെ അകൃത്യം മുഴുവൻ മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. അവളോട് പറഞ്ഞു കൊടുക്കുക അവളുടെ അകൃത്യത്തിന് ഇരട്ടിയായിട്ട് ദൈവം കൃപ അവളുടെ മേൽ ചൊരിഞ്ഞുവെന്ന്. യുദ്ധം കഴിഞ്ഞു. ഒളിവിൽ ഇരിക്കുന്ന വിശ്വാസിയെ ഇന്ന് നാം പുറത്തു വരണം. ഈ പാപത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് നാം ഇരിക്കുവാൻ നമുക്ക് സമയമില്ല. നമുക്ക് മുന്നേറുവാനാ സമയം. വിജയം വരിച്ചവരായിട്ട് ട്രയംഫന്റ്ലി ക്രിസ്തുവേശുവിൽ കൂടെ നമുക്ക് മുന്നേറുവാനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, എനിക്ക് തോന്നുന്നു 2 Corinthians chapter 2 verse 14 ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവേശുവിൽ നമ്മെ എല്ലായ്പ്പോഴും, ആണോ? 2 Corinthians 2:14 ആണെന്ന് തോന്നുന്നു, 14 or 15. ക്രിസ്തുവേശുവിൽ നമ്മെ എല്ലായ്പ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. എപ്പോഴൊക്കെയാ? എല്ലായ്പ്പോഴും, ഓൾവേസ്. എവിടൊക്കെയാ? എവരിവെയർ. എടുത്തോ, ആ വാക്യം എടുത്തോ. 2 Corinthians 2:14-15 ആണെന്ന് തോന്നുന്നു. 2:14. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എവിടെയൊക്കെയാണ്? ക്രിസ്തുവേശുവിൽ ഞങ്ങളെ ജയോത്സവമായി എല്ലായിടത്തും എല്ലായ്പ്പോഴും. എപ്പോഴൊക്കെയാ? എല്ലായ്പ്പോഴും, 24/7 അല്ലേ? ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും എല്ലായ്പ്പോഴും. അതുപോലെ എല്ലായിടത്തും
ജയോത്സവമായി നടത്തുന്ന ദൈവം. എന്തുകൊണ്ടാ ജയോത്സവമായി നമുക്ക് നടക്കുവാൻ സാധിക്കുന്നതെന്നറിയാമോ? യുദ്ധം കഴിഞ്ഞു. കാൽവറി ക്രൂശിൽ വെച്ച് പാപത്തെ എന്നേക്കുമായി സെറ്റിൽ ചെയ്തു. കാൽവറി ക്രൂശിൽ വെച്ച് പിശാചിനെ എന്നേക്കുമായി അവന്റെ കാര്യത്തിനൊരു തീരുമാനമാക്കി. അതുകൊണ്ട് നമ്മളോട് പറയുക, എല്ലായിടത്തും ഇപ്പോഴും എങ്ങനെ നടക്കണം? ജയോത്സവമായി നടക്കണം. വറി ചെയ്ത് നടക്കണമെന്നാണോ? വ്യാകുലപ്പെട്ട് വേദനിച്ച് കരഞ്ഞോണ്ട് നടക്കണമെന്നാണോ? പ്രയാസപ്പെട്ട് നടക്കണമെന്നാണോ? പലപ്പോഴും പല വിശ്വാസികളോട് ചോദിക്കുമ്പോ എങ്ങനെയുണ്ട്, ഹൗ ആർ യു, എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ഇങ്ങനെ പോകാനാണോ കർത്താവിന്റെ കാൽവറി ക്രൂശ് അവിടെ നിൽക്കുന്നത്? നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു തരത്തില് തട്ടിയും മുട്ടിയും അങ്ങ് പോകാനാണോ കാൽവറി ക്രൂശ് അവിടെ 2000 വർഷങ്ങൾക്ക് പുറകിൽ നിൽക്കുന്നത്? അല്ല, ജയോത്സവമായി നടത്താൻ, നമ്മളെ ജയോത്സവമായി നടത്താനാ. ഇത് നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരണം. ഇത് നമ്മുടെ മൈൻഡ് സെറ്റ് ആക്കി മാറ്റണം. നമ്മളെ ജയോത്സവമായിട്ട് കൊണ്ടുവരാനാ. നാളെ കുറിച്ച് നമുക്ക് യാതൊന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം കരുത്തനാം അവൻ നമ്മെ കരത്തിൽ പിടിച്ചിരിക്കുകയാണ്. അവന്റെ കരത്തിലാണ് അവൻ നമ്മെ പിടിച്ചിരിക്കുന്നത്. അവൻ നമ്മെ വിട്ടു പിരിയത്തില്ല. അവൻ നമ്മെ ഉപേക്ഷിക്കത്തില്ല. കാരണം നമ്മുടെ പാപങ്ങൾ കൊണ്ടോ നമ്മുടെ വിശുദ്ധിയുടെ കുറവ് കൊണ്ടോ ഇതൊന്നുമല്ല ക്രിസ്തു നമ്മളെ മുൻപോട്ട് നടത്തുന്നത്. അവൻ മുൻപോട്ട് നടത്തുന്നത് അവന്റെ കാൽവറി ക്രൂശിലെ യാഗം മൂലം പാപത്തെയും പിശാചിനെയും പരാജയപ്പെടുത്തി മനുഷ്യവർഗത്തെ, അവൻ മരണഭീതിയിലായിരുന്ന മനുഷ്യവർഗത്തെ അവൻ മോചിപ്പിച്ചത് കൊണ്ട് നമ്മളോട് പറയുക, ജയോത്സവമായി നടന്ന് മുൻപോട്ട് പൊക്കോളാൻ, ജയോത്സവമായി നടന്ന് മുൻപോട്ട് പൊക്കോളാൻ. നാളെ അവൻ നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതി വെച്ചിട്ടുണ്ട്. നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് അടുത്ത നിമിഷം അവൻ നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നാളെ നമുക്ക് അനർത്ഥങ്ങൾ സംഭവിക്കാൻ ഒക്കത്തില്ല. നാളെ നമുക്ക് ദോഷകരമായിട്ടൊന്നും വരാൻ ഒക്കത്തില്ല. നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം. നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് പറയണം, ഞാൻ ജയോത്സവമായി നടക്കാൻ ആഗ്രഹിക്കുന്നത്. എവിടെ? എപ്പോഴും, എല്ലായിടത്തും, ജോലിയിലും, വീട്ടിലും, ഷോപ്പിങ്ങിന് പോകുമ്പോഴും, ഡ്രൈവ് ചെയ്യുമ്പോഴും, ഉറങ്ങുമ്പോഴും, കഴിക്കുമ്പോഴും, എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോഴും, എവിടെ പോയാലും, ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ജയോത്സവമായി നടക്കാൻ എന്നെ വിളിച്ചിരിക്കുക, എന്നെ തിരഞ്ഞെടുത്തിരിക്കുക. എന്റെ പാപം മുഴുവൻ പോക്കിയിരിക്കുക. അതിന് സെറ്റിൽമെന്റ് നടത്തി കഴിഞ്ഞിരിക്കുക. ദ സെറ്റിൽമെന്റ് ഈസ് ഓവർ ആൻഡ് മൈ വാർ ഈസ് ഓവർ. എന്റെ യുദ്ധം കഴിഞ്ഞു. ഇനിയും എനിക്ക് ജയോത്സവമായി മാത്രമേ നടക്കാൻ ഒക്കത്തുള്ളൂ. നാളെയെ പറ്റി എനിക്ക് ഭാരപ്പെട്ട് നടക്കാൻ ഒക്കത്തില്ല. അമേരിക്ക ഫോർ ക്രൈസ്റ്റിന് പോയി ഞാൻ ഇന്ന് ഒരു ഇൻമേറ്റുമായിട്ട്, 3 ഇൻമേറ്റ്സുമായിട്ട് പ്രത്യേകിച്ച് ഈ വിഷയമായിട്ട് സംസാരിച്ചു. അവരെന്റെ ബുക്ക് വായിച്ചു. they were so excited. They came to me. എന്നോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. They were very excited and because of them I got really inspired. എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് സാധിച്ചു. ഞാൻ ഒരു കാര്യം അവരോട് പറഞ്ഞത് ഇപ്രകാരമാണ്, നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ ഓടിച്ചങ്ങ് പറയുകയാണ്. ഒരിക്കല് സാൻ ഫ്രാൻസിസ്കോയിൽ അവിടെ ചെന്നു. ആ ഡ്രൈവ് അറൗണ്ട് ചെയ്ത്, ആ ബുക്ക് നിങ്ങൾക്കറിയാമല്ലോ, വായിച്ചിട്ടുണ്ട്. ഡ്രൈവ് അറൗണ്ട് ചെയ്ത് സാൻ ഫ്രാൻസിസ്കോയിൽ ചെന്നപ്പോൾ എന്റെ കയ്യിൽ വി ആർ ലെഫ്റ്റ് വിത്ത് $60, $60 കയ്യിലുള്ളൂ. അവിടുന്ന് 5.5-6 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം ലോസ് ഏഞ്ചലസിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ. കാലിഫോർണിയയിൽ ഞാൻ പോയിട്ടില്ല. ലോസ് ഏഞ്ചലസ് ഈസ് എൻ എക്സ്പെൻസീവ് സിറ്റി. $60 ഉണ്ട്. ലോസ് ഏഞ്ചലസിൽ വന്ന് ഒരാഴ്ച താമസിക്കണം. ഒരാഴ്ച താമസിക്കണമെങ്കിൽ ഒരാഴ്ച ഫുഡ് കഴിക്കണം, ഗ്യാസ് ഫില്ല് ചെയ്യണം, ഒരാഴ്ച താമസിക്കാൻ 6 ദിവസം താമസിക്കാൻ ഹോട്ടൽ വേണം. $60 ഉണ്ട്. ഒരു ദിവസം പോലും ലോസ് ഏഞ്ചലസിൽ താമസിക്കാൻ ഒക്കത്തില്ല. $60 ഉണ്ട്. അപ്പോൾ ഞങ്ങള് മുൻപോട്ട് പോവുകയാണ്. മുൻപോട്ട് രാവിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ ഒരു നേവൽ ഓഫീസർ വന്നു. അദ്ദേഹത്തോട് ആരാണ്ട് പറഞ്ഞതാണ് ട്രിപ്പിനെ പറ്റി. അദ്ദേഹം വന്ന് ഞങ്ങൾ സാക്ഷ്യമൊക്കെ പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ വണ്ടി എടുത്തുകൊണ്ട് പോയി ഗ്യാസ് ഫില്ല് ചെയ്ത് തന്നു. അങ്ങനെ $60 കയ്യിലുണ്ട്. എന്നിട്ട് മുൻപോട്ട് ഡ്രൈവ് ചെയ്യുക. മൺഡേയിലാണ്. ട്യൂസ്ഡേ മുതൽ അടുത്ത സൺഡേ വരെ ലോസ് ഏഞ്ചലസിൽ താമസിക്കണം. അങ്ങനെ മുൻപോട്ട് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ നല്ല പ്രാർത്ഥന, മറു സൈഡിൽ കൂടെ
കർത്താവെ എന്നാ ചെയ്യുന്നത്. ഒരു പാട്ടില്ലേ, എന്നാ പറയുക, എന്നാ ഇപ്പം ചെയ്യുക, നല്ല പാട്ടാണ്. എന്ന് പറഞ്ഞ പോലെ ഞങ്ങളിങ്ങനെ വറി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. ഒരു സൈഡിൽ കൂടെ വിശ്വാസമുണ്ട്, മറു സൈഡിൽ കൂടെ ഈ $60 കൊണ്ട് എന്നാ ചെയ്യും. പകുതിയായപ്പോൾ ഗ്യാസ് ഓൾമോസ്റ്റ് തീർന്നു. വെളിയിലിറങ്ങി, ഞങ്ങള് എക്സിറ്റ് എടുത്ത് ഇറങ്ങി. $20, അന്ന് $20 മതിയായിരുന്നു. $20 കൂടെ ഗ്യാസ് ഫില്ല് ചെയ്തു. $40 ആയി. $40 ആയി. വീണ്ടും പ്രാർത്ഥിക്കുക. ഇപ്പുറത്ത് നല്ല പ്രയാസമുണ്ട്. എങ്ങോട്ടായി പോകേണ്ടതെന്നുള്ള അറിയത്തില്ല. ലോസ് ഏഞ്ചൽസിൽ ചെന്ന ഒരു ഹൈവേ ഇല്ല. ഏത് എക്സിറ്റ് ആയിരുന്നു, എല്ലാ എക്സിറ്റും എന്നെ സംബന്ധിച്ച് സെയിമോ. എങ്ങോട്ടിറങ്ങിയാലും ഒരു പ്രയോജനവും ഇല്ല. കാരണം കയ്യിൽ $40 ഉള്ളൂ. കുറച്ചുകൂടെ മുൻപോട്ട് പോയേക്കോ. ഞാൻ പറഞ്ഞു, പിന്നെ എനിക്ക് വിശക്കുന്നു, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഏതായാലും ഇതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒരു പ്രത്യാശയില്ല. അങ്ങനെ ഞങ്ങൾ 2 സാൻഡ്വിച്ച് മേടിച്ച് കഴിച്ചു. $32 ആക്കി, മിച്ചമാക്കി. ഇനിയിപ്പോ ഒരു പ്രത്യാശയും ഇല്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും വണ്ടിയൊക്കെ കയറി ഹൈവേ കൂടെ ഡ്രൈവ് ചെയ്യുകയാണ്. നോക്കി അവിടെ എഴുതി വെച്ചിരിക്കുന്നു ലോസ് ഏഞ്ചൽസ് 200 മൈൽ. കുഴപ്പമില്ല, 200 മൈൽ ഉണ്ടല്ലോ. പിന്നെ നോക്കി ലോസ് ഏഞ്ചലസ് 100 മൈൽ. ദൈവോട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നുമില്ല. ദൈവത്തിന് യാതൊരു അനക്കവും ഇല്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, ഇപ്പുറത്ത് നല്ലതായിട്ട് വറി ചെയ്യുന്നുണ്ട്. ലോസ് ഏഞ്ചലസ് 50 മൈല്. ആദി കൂടി, ആദിയുടെ തട്ട് പൊങ്ങി, വിശ്വാസത്തിന്റെ തട്ടങ്ങ് കുറഞ്ഞു. ഇങ്ങനെ നിൽക്കുക. നമ്മുടെ ജീവിതത്തെ പറ്റിയാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്ന് അവരുമായിട്ട് ഷെയർ ചെയ്ത കാര്യമാണ് പറഞ്ഞു. എന്നിട്ട് മുന്നോട്ട് പോവുക. ഒന്നും നടക്കുന്നില്ല, ദൈവത്തിനൊട്ട് അനക്കവുമില്ല. മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ ഒരു ഫോൺ കോൾ. ഞാന് അല്പം റഫായിട്ട് റെനോട് പറഞ്ഞു, നീ എടുത്ത് നോക്ക്, ഹ്യൂസ്റ്റണിൽ നിന്ന് ആരെങ്കിലും വിവരം അറിയാൻ വിളിക്കുകയായിരിക്കും. അപ്പോൾ റെയ്ന എടുത്ത് നോക്കിയിട്ട് പറഞ്ഞത് ഹ്യൂസ്റ്റണിലെ ഏരിയ കോഡ് അല്ല, വേറെ ഏതോ ഒരു ഏരിയ കോഡാണ്. അപ്പൊ ആ നോക്കിയയുടെ ഫോൺ, ഇങ്ങനെ ചെറിയ ഒരു, ഓർക്കുന്നുണ്ടല്ലോ നോക്കിയയുടെ ഫോൺ, അതെല്ലാം ഡിസ്പ്ലേ ഒക്കെ, ഒരു ചെറിയ ഡിസ്പ്ലേ ഒക്കെ ഉള്ളു, ഇന്റർനെറ്റ് ഒന്നുമില്ല. അപ്പൊ ഞാൻ എടുത്തു. എന്നോട് ചോദിച്ചു, ഇസ് ദിസ് ടോം ന്യൂസ്? ഐ സെഡ് യെസ്. ഓക്കെ, ദിസ് ഈസ് പാസ്റ്റർ ടിം ഹാൻസൺ ഫ്രം മോണ്ടിബെല്ലോ. ഓക്കെ, I heard about your America for Christ expedition trip. Someone from Minneapolis gave me your number. I would like to know more about it. When you come to Montebello, let me know. ഞങ്ങളെ ഒന്ന് അറിയിക്കണം. മോണ്ടിബെല്ലോയിൽ വരുമ്പം ഞങ്ങളെ അറിയിക്കണം. എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ട്രിപ്പിനെ പറ്റി ഇങ്ങനെ മിനിയാപ്ലസിൽ നിന്ന് ഒരാൾ വിളിച്ച് എന്നോട് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു. മോണ്ടിബെല്ലോ എവിടാന്ന് ആർക്കറിയാം? എനിക്കറിയത്തില്ല. ഈ മോണ്ടിബെല്ലോ ലോകത്തിന്റെ ഏത് ഭാഗത്താണ്? അപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്ററെ അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾ വരാം. പാസ്റ്റർ എവിടെയാണ്? ഈ മോണ്ടിബെല്ലോ എവിടെയാണ്? അദ്ദേഹം പറഞ്ഞു, കാലിഫോർണിയ. ഞാൻ കാലിഫോർണിയയിലാണോ? ഞാനത് എഴുന്നേറ്റു പതുക്കെ. കാലിഫോർണിയയിൽ എവിടാ? കാലിഫോർണിയയിൽ ലോസ് ഏഞ്ചലസ്. ഓ, ലോസ് ഏഞ്ചലസിലാണോ? ഞങ്ങൾ ലോസ് ഏഞ്ചലസിലാ പാസ്റ്റർ, ഞങ്ങൾ ലോസ് ഏഞ്ചലസിലാ. അപ്പൊ അദ്ദേഹം ഡിറക്ഷൻ ഒക്കെ തന്നു. നിങ്ങൾ പറഞ്ഞു ഇത്ര സമയം കൊണ്ട് അങ്ങ് വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടെ ആണെങ്കിൽ ഇത്ര സമയം കൊണ്ട് അങ്ങ് വരാം. എനിവേ, മൺഡേ രാത്രിയിൽ ഏകദേശം 8 മണിയായി കഴിഞ്ഞപ്പോൾ, 8 മണിയായപ്പോൾ ഞങ്ങള് ലോസ് ഏഞ്ചലസിൽ മോണ്ടിബെല്ലോ പാസ്റ്റർ ടിം ഹാൻസന്റെ വീട്ടിൽ ചെത്തി. അദ്ദേഹത്തിന്റെ ഭാര്യയുമുണ്ട്. ഞങ്ങളെ അദ്ദേഹം റിസീവ് ചെയ്ത് ഞങ്ങൾക്ക് ആഹാരം തന്നു. എന്നിട്ട് എന്റെ കയ്യിൽ $32 ഉള്ളെന്നും ഞങ്ങൾക്ക് വേറെ മാർഗമില്ല, ഇവിടെ ഒരാഴ്ച നിൽക്കാൻ വന്ന വേറെ പൈസ ഒന്നും ഇല്ലെന്നുള്ള കാര്യം ഞങ്ങൾ ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സ്ട്രേഞ്ചറാ. അദ്ദേഹം പറഞ്ഞു, എന്റെ കൂട്ടത്തിൽ ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് താമസിക്കണമെന്ന് പറഞ്ഞു. ഒരു ടോട്ടൽ സ്ട്രേഞ്ചറിനോട് ഇവിടുത്തുകാരൻ ഒരാൾ പറയാം എന്റെ വീട്ടിൽ താമസിക്കണം. ഞങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും താമസിക്കാം. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു. ഞങ്ങൾക്കൊരു റൂം തന്നു. ഞങ്ങൾ കിടക്കാൻ പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ദൈവമേ, നിനക്കൊരു 1,000,000 സ്തോത്രം. അതെല്ലാം പറഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ റെയ്നോട് പറഞ്ഞു, റെയ്ന, ഇന്നത്തെ ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. പക്ഷെ നാളത്തെ കാര്യം എങ്ങനെയാ? നാളെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? റെയ്ന പറഞ്ഞു, മിണ്ടാ കിടന്നുറങ്ങ്, ഇന്നത്തെ കാര്യം കഴിഞ്ഞില്ലേ, നാളത്തെ നമ്മൾ നാളെയാട്ട്, ദൈവം നാളെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റു. അവരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഞങ്ങൾ എന്നാ പോവുകയാണ്. ഞങ്ങൾ 4 പേരും ഉണ്ട്. ഞങ്ങളെല്ലാം കൈകോർത്ത് പിടിച്ച് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ലെറ്റ് മീ പ്രേ ആൻഡ് ലെറ്റ് മീ ബ്ലസ് യു. നിങ്ങൾ ഞങ്ങൾക്ക് ആഹാരം തന്നു, ഞങ്ങൾക്ക് കിടക്കുവാൻ ഇടം തന്നു,
ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, അവരെ ബ്ലസ് ചെയ്തു. ബ്ലസ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഉടനെ ഇടയ്ക്ക് അദ്ദേഹം പ്രാർത്ഥന നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം, ദൈവാത്മാവ് എന്നോട് എന്റെ ഹൃദയത്തിൽ എന്തോ സംസാരിക്കുന്നു, ഞാൻ എന്റെ ബൈബിൾ എടുത്തുകൊണ്ട് വരട്ടെ. അദ്ദേഹം റൂമിൽ പോയി ബൈബിൾ എടുത്തുകൊണ്ട് വന്ന ശേഷം ആ ബൈബിൾ ഓപ്പൺ ചെയ്ത് വെച്ച് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓപ്പൺ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനൊരു വാക്യമുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെന്നാൽ ആ പട്ടണത്തിൽ യോഗ്യനായ ഒരു മനുഷ്യനെ കാണുകയാണെങ്കിൽ അവൻ നിങ്ങൾക്ക് കഴിക്കുവാൻ നിന്റെ മുൻപിൽ വിളമ്പി വെക്കുന്നത് കഴിക്കുക, പട്ടണം വിട്ടു പോകുന്നത് വരെ അവന്റെ വീട്ടിൽ നിങ്ങൾ താമസിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം ബൈബിൾ അടച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വാക്യം നിങ്ങൾക്കുള്ളതാണ്. എന്നിട്ട് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. പ്രാർത്ഥന നിർത്തി. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഈ വാക്യം നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് ഞങ്ങളിപ്പോ എന്നാ ചെയ്യേണ്ടത്? ഈ വാക്യം ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾ റിസീവ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം ഒരു ടോട്ടൽ സ്ട്രേഞ്ചർ, ഇവിടുത്തുകാരന് എന്താ ചെയ്തെന്നറിയാമോ? തന്റെ പോക്കറ്റിലോട്ട് കൈ ഇട്ടിട്ട് വീടിന്റെ കീ എടുത്തിട്ട് എന്റെ കയ്യിലോട്ട് വെച്ച് തന്നിട്ട് പറയാണ്, സ്റ്റേ ഇൻ മൈ ഹൗസ് അൺടിൽ യു ലീവ് ലോസ് ഏഞ്ചൽസ്. ഞങ്ങളവിടെ വാവിട്ട്. കാരണം ഇദ്ദേഹത്തോട് ആരാ പറഞ്ഞത്, എന്റെ പൈസ ഇല്ല, $32 ഉള്ളൂ, ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നെന്ന് അറിയത്തില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന്. ഇങ്ങനെ ഒരവസ്ഥ അദ്ദേഹത്തോട് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. പക്ഷേ ദൈവം അദ്ദേഹത്തിന്റെ ഉള്ളിൽ പ്രേരണ കൊടുത്തു. എനിവേ ഞാൻ വിവരം പറഞ്ഞു. ഞാൻ അന്നേരം പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ടീം, എന്റെ കയ്യിൽ $32 ഉള്ളൂ, ഞങ്ങൾ ഇവിടുന്ന് വിട്ട് എങ്ങോട്ട് പോകുന്നെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അദ്ദേഹവും ഭാര്യയും കരഞ്ഞു. അവര് കരഞ്ഞു. അവര് ഞങ്ങളെ അനുഗ്രഹിച്ചു. അവർക്ക് വലിയ സന്തോഷമായിരുന്നു. എനിവേ അത് കഴിഞ്ഞ് 2020 പിന്നെ കോണ്ടാക്ട് ഒക്കെ അങ്ങ് പോയി, നഷ്ടപ്പെട്ടു. ഞങ്ങൾ തിരികെ വന്നു. 2020-ലോ 2021-ലോ ഞാൻ 2ാമത്തെ തവണ ലോസ് ഏഞ്ചലസിന് പോകാനിടയായി. ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ചു. എന്റെ നമ്പരൊന്നുമില്ല. അദ്ദേഹത്തെ അന്വേഷിച്ചു, പലയിടത്തും അന്വേഷിച്ച് പലയിടത്ത് സെർച്ച് ചെയ്തു, ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ഒരു വിവരം അറിഞ്ഞു. ഞാൻ ആ വിവരം കേട്ടോടെ ഞാൻ കരഞ്ഞു. വിവരം അറിഞ്ഞു, അദ്ദേഹം 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഒരുപാട് പ്രായമൊന്നുള്ള ആയിരുന്നില്ല, എന്തോ ക്യാൻസർ ആയിരുന്നു. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ അന്ന് റെയ്നയോട് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആരുമില്ലാതെ, ഒരു പരിചയവും ഇല്ലാതെ ഈ പട്ടണത്തിൽ ഒരിക്കൽ വന്നിറങ്ങിയപ്പോ നമ്മളെ ട്രീറ്റ് ചെയ്ത് നമുക്ക് വേണ്ടതെല്ലാം തന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം, പാസ്റ്റർ ടിം ഹാൻസൺ. അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയെ അന്വേഷിച്ചു, കണ്ടെത്താൻ സാധിച്ചില്ല. ഞാനൊരു ചർച്ചിലുണ്ട് എന്ന് വിചാരിച്ചു, അവിടെ ആണെന്ന് വിചാരിച്ചു. ആ ചർച്ചിന് ഞാനൊരു $100 അയച്ചു കൊടുത്തു, അദ്ദേഹത്തിന്റെ വൈഫിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അവരുടെ ലെറ്റർ വന്നു. അവർക്ക് അറിയത്തില്ല എവിടാന്ന്, അങ്ങനെ ഒരു സ്ത്രീ അവിടെ ഉള്ളതായിട്ട് അറിയത്തില്ല. അവർക്ക് എവിടെ മൂവ് ചെയ്തു, അവർക്ക് ഒരു പിടിയില്ല എവിടാന്ന്. ഞാൻ പിന്നെ പറഞ്ഞു, ആ പൈസ ചർച്ചിന് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം നടന്നു. എനിവേ അങ്ങനെ ഒരു മാർവലസ് ആയിട്ടുള്ള ദൈവത്തിന്റെ ഒരു വലിയ കൃപ ആ കഥകളിലുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട് ഈ ബുക്കുകൾ, അനേക സ്റ്റോറികളുണ്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്ന് ഇൻമേഴ്സിനോട് സംസാരിച്ചപ്പോൾ ആ ഫെയ്ത്ത് സൈഡ് അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എനിക്ക് ബുക്കിന്റെ ടൈറ്റിൽ ഒന്ന് ചേഞ്ച് ചെയ്യണം. ആ ചേഞ്ച് ചെയ്തിട്ട് എന്താണ് ടൈറ്റിൽ, പുതിയ ടൈറ്റിൽ എന്ന് ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അറിയാമോ? ക്ലാസിക് എക്സാമ്പിൾസ് ഓഫ് ഹൗ ടു വാക്ക് ഇൻ അൺബിലീഫ്. അവിശ്വാസത്തിൽ എങ്ങനെ നടക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണം എന്നതിന്റെ ടൈറ്റിൽ ഒന്ന് മാറ്റിയാൽ കൊള്ളാം എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ പലപ്പോഴും ഈ കഥകൾ പറയുമ്പോ ഞാൻ വിശ്വാസ വീരനായിട്ട് പലപ്പോഴും എന്നെ കാണാറുണ്ട്. പക്ഷേ ഞാനും റീനയും കൂടെ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഓരോ മിറക്കിള് നടന്നു കഴിഞ്ഞിട്ടും, നമ്മുടെ ജീവിതമായി പറയുന്നത് എന്റെ മാത്രമല്ല, ഓരോ മിറക്കിളും അത്ഭുതങ്ങളും കണ്ടു കഴിഞ്ഞിട്ടും അടുത്ത ദിവസം ഒരു പ്രശ്നത്തിലേക്ക് വരുമ്പോ വി വാക്ക് ഇൻ അൺബിലീഫ്. നമ്മൾ കഴിഞ്ഞതൊക്കെ അങ്ങ് മറന്നുപോകും. നമ്മള് വീണ്ടും പ്രയാസപ്പെട്ട ഡ്രൈവ് ചെയ്യുന്നത് ലോസ് ഏഞ്ചലസിലോട്ട്.
32 ദിവസത്തെ മിറക്കിള് കണ്ട ഞങ്ങളെ കാര്യമാണ് പറഞ്ഞു. ഒരു ദിവസം കിടക്കുവാൻ റൂം കിട്ടിക്കഴിഞ്ഞപ്പോ അടുത്ത വറി അടുത്ത ദിവസം എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്കിതൊന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഞാൻ പറയട്ടെ, അന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ലോസ് ഏഞ്ചലസിന് പുറപ്പെടുന്നതിന് മുമ്പ് എനിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്നിരിക്കട്ടെ. ഒരാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിന്റെ താമസം റെഡിയാക്കി, ആഹാരം റെഡിയാക്കി, മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കി ഒരാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ പ്രയാസമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലേ? ഉണ്ടാകത്തില്ല. അപ്പോൾ ഇന്ന് യുദ്ധസേവ കഴിഞ്ഞ, നമ്മളുടെ യുദ്ധം കഴിഞ്ഞ, വാറ് ഓവറായി, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട്, അകൃത്യം മോചിക്കപ്പെട്ട്, നമ്മുടെ പാപങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഇരട്ടിയായിട്ട് കൃപ വാരി ചൊരിഞ്ഞു തന്നവൻ നമ്മളോട് പറയുക, അവനിൽ ജയോത്സവമായി എല്ലായിടത്തും ഇപ്പോഴും നിങ്ങളെ നടത്തിക്കൊള്ളാമോ? നാളെക്കുറിച്ച് നമ്മൾ അതുകൊണ്ട് ഇനിയും ഭാരപ്പെടേണ്ട കാര്യമില്ല. ദോഷം നമുക്ക് വന്ന് സംഭവിക്കാൻ ഒക്കത്തില്ല. നമുക്ക് ആ ജോലി ഇല്ലെന്ന് വന്നെന്ന് വരാം, നമുക്ക് രോഗത്തിൽ കൂടി കടന്നെന്ന് വരാം. എന്നാൽ ഇതൊന്നും ദൈവം നമ്മളെ നശിച്ചു പോകുവാൻ, ദൈവം നമ്മെ നശിപ്പിക്കുവാനായിട്ട് വന്ന് ഭവിച്ചതല്ല. ഇതിൽ നിന്നെല്ലാം ദൈവം നമ്മെ വീണ്ടെടുത്ത്, നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റുന്നുവെങ്കിൽ, ഇതിൽ നിന്നെല്ലാം വീണ്ടെടുത്ത് ഇവിടെ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മിറക്കിള് കാണാൻ പറ്റും, നമുക്ക് അത്ഭുതം കാണാൻ പറ്റും. കാരാഗ്രഹത്തിൽ യോസഫിനെ പിടിച്ചു അടച്ചു എങ്കിൽ അത് നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. വലിയ ഒരു അനുഗ്രഹത്തിന്റെ ചവിട്ടുപടിയായിട്ട് കണ്ടാ മതി. ദൈവം കൈവിടത്തില്ല. ദൈവത്തിന് നമ്മെ ശിക്ഷിക്കാനോ ശകാരിക്കുവാനോ ശാസിക്കുവാനോ കഴിയത്തില്ല. കാരണം അകൃത്യത്തിന് എന്നേക്കുമായി പരിഹാരം വരുത്തി അവൻ ഇരട്ടിയായിട്ട് കൃപ നമ്മുടെ മേൽ പെരുകി തന്നവനല്ലേ. ഹല്ലേലൂയ. അതുകൊണ്ട് നാളെ ഓർത്ത് നമുക്ക് ഭാരപ്പെടാനില്ല. നാളെ നമുക്ക് നല്ലതേ വരത്തുള്ളൂ. നാളെ നമുക്ക് ദോഷം വരത്തില്ല. കർത്താവ് ഏറ്റവും നല്ലത് നാളത്തേക്ക് നമുക്ക് മുൻകരുതിയിരിക്കുക. ഏറ്റവും നല്ലത് മുൻകരുതിയിരിക്കുക. ചിലപ്പോൾ നാളെ നാം ഒരു വേദനയിൽ കൂടി കടന്നുപോയി എന്ന് വരാം. അത് കർത്താവല്ല ആ വേദന തന്നത്, പൈശാചികൻ കൊണ്ട് തന്നതാ. പൈശാചികൻ നമ്മുടെ ചിന്തയിലിട്ട് നാം ആ ചിന്തയെ പരിലാളിച്ചത് കൊണ്ട് വന്ന് ഭവിച്ചതാ. എന്നാൽ കർത്താവ് ആ വേദനയിലും നമ്മളെ പിടിച്ചു കയറ്റും. നമ്മളെ അവിശ്വാസത്തിന്റെ പാതയിൽ കൂടി നടക്കുമ്പോഴും, ഒരു ദിവസം കഴിഞ്ഞ് വിശ്വസിച്ചില്ല, 32 ദിവസത്തെ അത്ഭുതങ്ങൾ കണ്ടു, വിശ്വസിച്ചില്ല, 33-ാം ദിവസം ലോസ് ഏഞ്ചലസിലോട്ട് പോയി, അവിശ്വാസത്തിൽ നടക്കുമ്പോൾ പോലും ദൈവം കൈവിട്ടേച്ച് പോയില്ല. എന്നാ കാര്യമെന്നറിയാമോ? നമ്മുടെ അവിശ്വാസം കണ്ടിട്ട് നമ്മെ ഇട്ടേച്ച് പോകത്തില്ല. അവൻ പിതാവാണ്. നമ്മുടെ വിശുദ്ധിയുടെ കുറവ് കണ്ടിട്ട് അവൻ നമ്മെ ഉടനെ ഇട്ടേച്ച് ഓടി അങ്ങ് മാറത്തില്ല. കാരണം നാം അവന്റെ പ്രിയ മക്കളാണ്. അവിശ്വാസത്തിൽ നടന്നിട്ടും ദൈവം ഏറ്റവും നല്ലത് ലോസ് ഏഞ്ചലസിൽ ചെന്നപ്പോ മുൻകരുതി. അതുകൊണ്ട് ഞാൻ അവിശ്വാസത്തിൽ നടക്കണമെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അപ്പോൾ നാം മുൻപോട്ട് പോകുന്ന ഓരോ ദിവസവും നമ്മുടെ കുറവുകളെ ഇനി എണ്ണണ്ട, നമ്മുടെ അവിശ്വാസത്തിലോട്ട് നോക്കണ്ട. യേശുക്രിസ്തുവിന്റെ വിശ്വാസം 100% അൺഡൈല്യൂട്ടഡ് ഫെയ്ത്ത് നമുക്ക് തന്നിരിക്കുന്നത്, നമ്മുടെ ആത്മാവിൽ, വീണ്ടും ജനിച്ച ആത്മാവിൽ തന്നിരിക്കുന്നതിലോട്ടൊന്ന് നോക്കിയേ.
ക്രിസ്തുവിൽ എപ്പോഴും ജയോത്സവമായി നടക്കാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ പുതിയ സൃഷ്ടിയിലോട്ടൊന്ന് നോക്കിയേ. ആ പുതിയ സൃഷ്ടിയല്ലേ നമ്മള്. ആ പുതിയ സൃഷ്ടിയിലോട്ടൊന്ന് നോക്കിയേ. യേശുവിന്റെ സാദൃശ്യത്തിലും അവന്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ച ആ പുതിയ സൃഷ്ടിയിലോട്ട് നാം ഒന്ന് നോക്കിയേ. നമ്മുടെ പുറമേയുള്ള ആക്ഷനും നമ്മുടെ പുറമേയുള്ള കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഒന്ന് മറന്നേച്ച് നമ്മുടെ ആ നന്മയിലോട്ടൊന്ന് നോക്കിയേ. എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്താവുന്ന ആ പുതിയ സൃഷ്ടിയിലേക്ക് നടത്തുവാൻ സൃഷ്ടിക്കപ്പെട്ട ആ പുതിയ സൃഷ്ടി അല്ലേ നിങ്ങള്. ആ പുതിയ സൃഷ്ടിയെ ഒന്ന് കണ്ടേ. നമ്മിലുള്ള ആ പുതിയ സൃഷ്ടിയെ ഒന്ന് കണ്ടേ. യേശുവിനെ പോലെയല്ലേ നാം ഇരിക്കുന്നത്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 17 പറയുകയാണ്, അവൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുന്നു. യേശു ആയിരിക്കുന്നത് പോലെ നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുന്നു. യേശുവിനെ പോലെ നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുന്നു എന്ന്. നിയർലി ടു ഗുഡ് ടു ബി ട്രൂ. വിശ്വസിക്കുവാൻ ഒരു തരത്തിലും കഴിയത്തില്ല. അതാണ് ഗോസ്പല്. അതാണ് ഗോസ്പല്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ പോലെ തന്നെ ആയിരിക്കുന്നത്. നിങ്ങളിൽ ഓരോരുത്തർക്കും യേശുവിന്റെ 100% അൺഡൈല്യൂട്ടഡ് ഫെയ്ത്ത് നിങ്ങളിൽ നിറഞ്ഞിരിക്കുക. നിങ്ങളുടെ ബോൺ അഗെയിൻ സ്പിരിറ്റില് വിശ്വസിക്കുവാൻ വലിയ പ്രയാസമുണ്ട്. എന്നാൽ സത്യമായ വിശ്വാസം, നാളെയെക്കുറിച്ച് ഭാരപ്പെടേണ്ടാത്ത ഒരു തലമുറ, നാളെയെക്കുറിച്ച് ഭാരപ്പെടേണ്ടാത്ത ഒരു തലമുറ. നാം ഇന്ന് വിശ്വാസത്തിലാണോ ജീവിക്കുന്നത്, അവിശ്വാസത്തിലാണോ ജീവിക്കുന്നത്? വിശ്വാസത്തിലാണോ നാം നടക്കുന്നത്, നാം അവിശ്വാസത്തിലാണോ നടക്കുന്നത്? നാളെയെക്കുറിച്ച് നമുക്കൊന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. മക്കളെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. ഭാവിയെ ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇതെല്ലാം അവന്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ്. അവന്റെ കരങ്ങളിൽ ഇതെല്ലാം സുരക്ഷിതമാക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതിയിരിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതിയിരിക്കുന്നു. നാളെ പറയണം, എഴുന്നേറ്റ് വിളിച്ച് രാവിലെ പറയണം, ഇന്നത്തെ ദിവസം കർത്താവ് എനിക്ക് വേണ്ടി ഏറ്റവും നല്ലതാ മുൻകരുതിയിരിക്കുന്നത്. യെരമ്യായ 29:11 നാം വായിക്കും, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നാളെ നമുക്ക് വരാനിരിക്കുന്ന ഭാവിയെ പറ്റി ദൈവം ഏറ്റവും നല്ലതാ കണ്ടോണ്ടിരിക്കുന്നത്. ദൈവം സ്വപ്നം കാണുന്നത്, അവൻ അവിടെ മെടഞ്ഞു വെക്കുന്നത് ഏറ്റവും നന്നായിട്ടുള്ള ഭാവി നമുക്ക് വരാൻ വേണ്ടി. നമുക്കും കണ്ണു തുറന്ന്, നമ്മുടെ ആത്മ കണ്ണു തുറന്ന് ആ നല്ല ശുഭഭാവി, നമ്മൾ അഭിവൃദ്ധിപ്പെടുന്നത്, നമ്മൾ ഐശ്വര്യപ്പെടുന്നത്, നമ്മൾ മിനിസ്ട്രി ചെയ്യുന്നത്, നമ്മൾ യാത്ര ചെയ്യുന്നത്, നമ്മളെല്ലാ നിലയിലും യാത്രയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്, ജോലിയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്, നമ്മൾ എവിടെ ചെന്നാലും അനുഗ്രഹിക്കപ്പെടുന്നത്, നമ്മൾ പാർക്കിംഗ് ലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി പാർക്കിംഗ് സ്പേസ് ഒരുക്കി വെച്ചിരിക്കുന്നത്, നമ്മൾ കടകളിൽ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി നമുക്ക് ഫേവർ ചെയ്യുവാൻ കടയിൽ ആളുകള് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. ഇതൊക്കെയല്ലേ നമ്മൾ കാണേണ്ടത്. നമുക്ക് നന്മയല്ലേ വരാൻ ഒക്കത്തുള്ളൂ. കാരണം ഈ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുക. ദ ഗ്രേറ്റ് ഐ ആം ദാറ്റ് ഐ ആം, അല്ലെ? ഞാനായിരിക്കുന്നവൻ ഞാനായിരിക്കുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ദ ഗ്രേറ്റ് ഐ ആം ദാറ്റ് ഐ ആം ഈസ് വിത്ത് us. ഹല്ലേലൂയ. ആ ഞാനായിരിക്കുന്നവൻ ഇന്ന് എവിടാന്നറിയാമോ? ആ മുൾപ്പടർപ്പിൽ വസിച്ച ആ തീ ഇന്ന് എവിടാ? മോശ അത് വെളിയിൽ നിന്ന് തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതേ ഉള്ളൂ. ആ മുൾപ്പടർപ്പിൽ വസിച്ച ആ തീ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ്. ആ മുൾപ്പടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം നമ്മുടെ ഓരോരുത്തരുടെ മേലും വരുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.